யாரையும் கையை தவிர எங்கேயும் தொடவிடக்கூடாது. யாரு இங்கேயெல்லாம் கை வச்சாலும் தொடாதுன்னு கத்தണം. அப்புறம் അമ്മ കിட்ட சொல்லണം. SU അരുൺകുമാർ സംവിധാനത്തിൽ സിദ്ധാർത്ഥ് കേന്ദ്ര കഥാപാത്രമായി വന്ന ചിത്ത എന്ന തമിഴ് സിനിമയിലെ ഒരുപാട് ചർച്ച ചെയ്യപ്പെട്ട വാക്കുകളാണിവ. കഥയിലെ അഞ്ജലി നായരുടെ കഥാപാത്രം മകളായ സുന്ദരിയോട് ശാരീരിക ചൂഷണങ്ങളെക്കുറിച്ചുണ്ടാവുന്നതിനെക്കുറിച്ച് പറയുന്ന രംഗമാണിത്. അതായത് ഗുഡ് ടച്ച് ആൻഡ് ബാഡ് ടച്ച് ഒരമ്മ മകൾക്ക് പറഞ്ഞു കൊടുക്കുന്ന രംഗം. കുട്ടികൾക്കെതിരെയുള്ള അതിക്രമങ്ങളെക്കുറിച്ചാണ് സിനിമ സംസാരിക്കുന്നത്. നല്ലതും ചീത്തതുമായ സ്പർശനങ്ങളെക്കുറിച്ച് പറയുന്നതും വീണ്ടും സ്പർശനങ്ങളെക്കുറിച്ചുള്ള ചർച്ചകൾക്ക് വഴിയൊരുക്കുന്നു. ചിത്തയുടെ ആദ്യ ഭാഗത്തെ രംഗങ്ങളിലൊന്നിൽ ഈശ്വരൻ തൻ്റെ മരുമകൾ സുന്ദരി ഒരു മരത്തിന് പിന്നിൽ ഒളിച്ചിരിക്കുമ്പോൾ അവളെ പിടിക്കാനായി ഒരു മൊബൈൽ ഗെയിം ഉപയോഗിച്ച് അവളെ ആകർഷിക്കുന്നു. പിന്നീട് സിനിമയിൽ സ്കൂൾ കുട്ടികളെ തട്ടിക്കൊണ്ടുപോയി ദുരുപയോഗം ചെയ്യുന്ന ഒരു പീഡോഫൈൽ ഒരു കുട്ടിയെ തട്ടിക്കൊണ്ടുപോകുന്നതിന് മുൻപ് അവളുടെ വിശ്വാസം നേടിയെടുക്കാൻ അതേ തന്ത്രം ഉപയോഗിക്കുന്നത് കാണിക്കുന്നുണ്ട്. മനുഷ്യസ്പർശം നമ്മുടെ ഏറ്റവും അടിസ്ഥാനപരവും പ്രാഥമികവുമായ ആവശ്യങ്ങളിലൊന്നാണ്. എന്നാൽ നിർഭാഗ്യവശാൽ എല്ലാവരുടെയും സ്പർശനത്തിന് ഒരേ ഉദ്ദേശമല്ല. ലക്ഷ്യം വ്യത്യസ്തമാകുമ്പോൾ സമാന പ്രവർത്തനങ്ങളെ എങ്ങനെ അർത്ഥമാക്കാമെന്ന് ചൂണ്ടിക്കാണിക്കാൻ SU അരുൺകുമാർ സമാനമായ സംഭവങ്ങളുടെ ഒരു കൂട്ടം ഉപയോഗിക്കുന്നു. അതിമനോഹരമായി രചിക്കപ്പെട്ടതും അരങ്ങേറിയതുമായ രംഗങ്ങൾക്കൊപ്പം ശക്തമായ കാമ്പും ഉപയോഗിച്ച് ചിത്ത അതിൻ്റെ സംവിധായകനും നായക നടനും യോജിച്ച പുനരുജ്ജീവനത്തെ അടയാളപ്പെടുത്തുന്നു. പണ്ടൊക്കെ പരിചയമില്ലാത്തവരുടെ അടുത്ത് കുട്ടികളെ ഏൽപ്പിച്ച് പോകാനായിരുന്നു പേടി. എന്നാൽ ഇന്ന് ആരെയും സംശയിക്കേണ്ട അവസ്ഥയാണ്. ആരുടെയൊക്കെ കൈകളാണ് കുഞ്ഞുമക്കളുടെ നേരെ തിരിയുന്നതെന്ന ചിന്ത രക്ഷിതാക്കളെ അലട്ടുന്നുണ്ട്. വണ്ടിപ്പെരിയാറും വാളയാറൊക്കെ നമുക്കിന്ന് ചൂണ്ടിക്കാണിക്കുന്നു. ഒരു സിനിമ അത് ചർച്ച ചെയ്തത് സമകാലിക പ്രസക്തി ഏറിയ ഒരു വിഷയത്തെയാണ്. ഇന്ന് സുരക്ഷിതമായ സാഹചര്യങ്ങളിൽ ഇരുത്തിയാൽ മാത്രം പോരാ, കുട്ടികൾക്ക് സ്വയരക്ഷയ്ക്കുള്ള മാർഗങ്ങളും പറഞ്ഞു കൊടുക്കണം. നല്ലതും ചീത്തതുമായ സ്പർശനങ്ങളെ തിരിച്ചറിയാനും പ്രതികരിക്കാനും സുരക്ഷിതരായിരിക്കാനും മക്കളെ പഠിപ്പിക്കണം. അതിനായി ചെറുപ്പത്തിലെ ബോധവൽക്കരണം നമുക്ക് നൽകി തുടങ്ങാം. ഇരകളിൽ 90% കുട്ടികൾക്കും അവരുടെ കുറ്റവാളിയെ അറിയാമെന്ന് ഒരു പഠനത്തിൽ സൂചിപ്പിക്കുന്നു. കുറ്റവാളികളിൽ പകുതിയോളം പേരും കുടുംബാംഗങ്ങളാണ്. കഴിഞ്ഞ വർഷത്തെ ഗാർഗി പോലെ നമ്മുടെ കുട്ടികൾക്ക് ചുറ്റും പതിയിരിക്കുന്ന ഭീകരത നമ്മൾ വിശ്വസിക്കുന്നതിലും അടുത്താണെന്ന് ചിത്ത ആവർത്തിക്കുന്നു. ദിവസേന മാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെടുന്ന ഇത്തരത്തിലുള്ള ഓരോ വാർത്തയും നമ്മെ ജാഗരൂകരാക്കേണ്ടതാണ്. ദുരുപയോഗത്തിൻ്റെ കഠിനമായ യാഥാർത്ഥ്യം കാണിക്കുന്ന സിനിമകൾ പലപ്പോഴും കാണാറില്ല. കുട്ടികളെ ദുരുപയോഗം ചെയ്യുന്നതിനെക്കുറിച്ച് സംസാരിക്കുന്ന സിനിമകൾ കാണുന്നത് അത്യപൂർവമാണ്. അപൂർവമായി സംസാരിക്കപ്പെടുന്നതും എന്നാൽ ചർച്ചയ്ക്ക് അർഹമായതുമായ ഒരു വിഷയം. സംവിധായകൻ SU അരുൺകുമാറിൻ്റെ ശക്തവും എന്നാൽ സെൻസിറ്റീവുമായ ഒരു സിനിമ. കുഞ്ഞുമക്കൾക്കെതിരെയുള്ള ലൈംഗികതിക്രമം ഒരിക്കലും അത് അവരുടെ വസ്ത്രധാരണത്തെയോ അതുമല്ലെങ്കിൽ നടപ്പ് ശരിയില്ലെന്നോ തുടങ്ങുന്ന സദാചാര വാക്കേറ്റത്തെയോ തടയാനാവില്ല. ഒന്നും അറിയാത്ത കളിച്ചു നടക്കേണ്ട പ്രായത്തിൽ ഒരുപാട് ചൂഷണം അനുഭവിക്കുന്ന കുഞ്ഞുങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട്. കരുതിയിരിക്കുക, ജാഗ്രത പാലിക്കുക, അവരെ ബോധവാന്മാരാക്കുക. ന്യൂസ് ഡെസ്ക്, ചാനൽ 91 ന്യൂസ്.